നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി JS സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യപ്രതിയെ ഹോസ്റ്റലിലെത്തിച്ച പോലീസിന്റെ തെളിവെടുപ്പ്. കേസിലെ മുഖ്യപ്രതി സിൻജോ ജോൺസണുമായാണ് പോലീസ് സിദ്ധാർത്ഥിനെ ആക്രമിച്ച പൂക്കോട് വെറ്റിനറി കോളേജ് ക്യാമ്പസിലെ ഹോസ്റ്റൽ മുറിയിലെത്തി തെളിവെടുപ്പ് നടത്തിയത്. തെളിവെടുപ്പിൽ സിദ്ധാർത്ഥിനെ ആക്രമിച്ച ആയുധങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തി. ഹോസ്റ്റലിലെ 21-ാം നമ്പർ മുറിയിലും നടുത്തളത്തിലും ഉൾപ്പെടെയാണ് തെളിവെടുപ്പ് നടത്തിയത്. ഈ ഹോസ്റ്റൽ മുറിയിലും ഹോസ്റ്റലിന്റെ നടുത്തളത്തിലും വെച്ചാണ് സിദ്ധാർത്ഥൻ തുടർച്ചയായ ക്രൂരമർദ്ദനത്തിന് ഇരയായത്. തെളിവെടുപ്പിനിടെ ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ മുഖ്യപ്രതി തന്നെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണ നടത്തിയ സ്ഥലത്ത് സിൻജോയെ എത്തിച്ചു. മർദ്ദനത്തിന് ഉപയോഗിച്ച ഗ്ലൂഗൺ സിൻജോയുടെ സാന്നിധ്യത്തിലാണ് കണ്ടെത്തിയത്. പൂക്കോട് വെറ്റിനറി മെൻസ് ഹോസ്റ്റലിൽ നടന്ന ആൾക്കൂട്ട വിചാരണയിൽ സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചതായാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത്. സിദ്ധാർത്ഥിനെതിരെ പെൺകുട്ടി നൽകിയ പരാതി ഒത്തീർപ്പാക്കാനാണ് എറണാകുളത്ത് നിന്നും വിളിച്ചു വരുത്തിയത്. നിയമ നടപടിയുമായി മുന്നോട്ടു പോയാൽ പോലീസ് കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി വിളിച്ചു വരുത്തിയ ശേഷമാണ് ക്രൂരമായി മർദ്ദിച്ചത്. തുടർന്ന് ക്യാമ്പസിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുപോയി ബെൽറ്റ്, കേബിൾ എന്നിവ ഉപയോഗിച്ച് മർദ്ദിക്കുകയും തൊഴിക്കുകയും ചെയ്തു. മർദ്ദന സമയത്ത് അടിവസ്ത്രം മാത്രമാണ് ധരിപ്പിച്ചത്. രാത്രി 9 മണി മുതൽ പുലർച്ചെ 2 വരെ ഈ മർദ്ദനം തുടർന്നു എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഫെബ്രുവരി 18-നാണ് സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്.